ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കാനാൻകാരി ഈശോയുടെ അടുത്ത് ഒരിക്കലെത്തുന്നുണ്ട്. തൻ്റെ മകൾക്ക് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അവളെത്തി. ശിഷ്യന്മാർ വക്കാലത്ത് പിടിക്കുന്നു. ഈശോ അനങ്ങുന്നില്ല. വീണ്ടും വീണ്ടും നിർബന്ധിക്കുന്നു, അനങ്ങുന്നില്ല. അവൾ വന്ന് നിലവിളിക്കുന്നു. അപ്പോൾ ഈശോ അധികം മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ നിലവിളിക്കും, പറയാണ് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ശരിയല്ല. പക്ഷേ അവൾ വിശ്വാസത്തിൻ്റെ തലങ്ങളിൽ നിന്ന് തർക്കിക്കുക. ഏറ്റവും അവസാനം ഈശോ ഈ കാനാൻകാരിയോട് പറയുന്ന ഇപ്രകാരമാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 28-ാം തിരുവചനം. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. ഈശോ പറയാണ്, നിന്റെ വിശ്വാസം വലുതാണ്, അതുകൊണ്ട് നീ ആഗ്രഹിച്ച കാര്യം തന്നെ അപ്പം തന്നെ സൗഖ്യം. ഈശോയുടെ മുമ്പിൽ അവൾ വന്നപ്പോൾ ഈശോ ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ പെരുമാറിയ പോലെ വചനത്തെ നമ്മൾ കാണുക. നീ നിന്റെ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ നിനക്കും തോന്നാം ദൈവം എവിടെ എന്നൊരു ചിന്ത. എപ്പോഴും ദൈവം അപ്പം തന്നെ ഇറങ്ങി വരുന്നില്ല. ദൈവത്തിൻ്റെത് ഒരു സമയമുണ്ട്. അപ്പോൾ അസ്വസ്ഥത വരും. എന്തേ? ദൈവം പോലും കൈവിട്ടോ? ദൈവത്തിന് കരുണയില്ല. നിന്റെ ജീവിതത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ നീ ദൈവത്തെ പഴിക്കുകയല്ല ചെയ്യേണ്ടത്. ഈ അസ്വസ്ഥത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള നിന്റെ വിശ്വാസത്തെ പ്രഘോഷിക്കുവാനുള്ള ഒരു സമയമാണ്. അത് പ്രഘോഷിക്കുമ്പോൾ അസ്വസ്ഥതകളുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവം പറയും, മോനെ മോളെ, നിന്റെ വിശ്വാസം വലുതാണ്. അസ്വസ്ഥതകളെല്ലാം വിശ്വാസത്തെ പ്രഘോഷിക്കുവാനുള്ള ഒരു അവസരങ്ങളായിട്ട് നിർത്തി അവിടെ നീ അത്ഭുതങ്ങൾ ദർശിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ പോകും. നല്ലവനായ കർത്താവേ, നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തിന് നന്ദി പറയുക. ഈശോ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വ്യക്തിയുടെ ജീവിതം അനുഗ്രഹിക്കണം. ഏതൊക്കെ തരത്തിൽ അസ്വസ്ഥത ദൈവത്തിൽ വന്നാലും ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നാലും നീ കൂടെ ഉണ്ടെന്നുള്ള നിന്റെ ഈ വ്യക്തിയുടെ വിശ്വാസം പ്രഘോഷിക്കുവാനുള്ള വലിയൊരു അവസരമാക്കി അതിനെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തെ എല്ലാ നന്മകളും സംഭവിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.